ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളോട് അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരെന്താണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. യു റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ വ്യക്തി ഈ സമയം എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ അവരെന്താണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്, അവരെന്താണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ചക്ര, ഏഞ്ചൽ, ഏരിയൽ ആൻഡ് ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളോടായി ഭയങ്കര അറ്റാച്ച്മെൻറ്റിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അവർക്ക് അത്രയും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് മേ ബി ഇപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒരു ടൈഡപ്പ് സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം, ആ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ള കാര്യം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി ഇട്ട പോലെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും ഈ വ്യക്തി ഏതൊരു സമയവും നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, ആ ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അവരാഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഡേ ആൻഡ് നൈറ്റ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഒരു ന്യൂ ബിഗിനിങ് കാർഡ് എന്ന് പറയുന്നത്, അതായത് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു, ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. എവിടെയോ എൻഡായി പോയ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നഷ്ടമായി പോയൊരു ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അത്യധികമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അതിലൊരു വിക്ടറി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി എന്താണോ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു വിക്ടറി ഉണ്ടാവുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ് ഉണ്ടാവുന്നൊരു സമയം കൂടിയാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. ലവ് റിലേഷൻഷിപ്പിൻ്റെ പോസിറ്റീവ് അഫർമേഷൻസ് പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം അഫർമേഷൻ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ പറയുക. ഈ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം തന്നെ ആ പോസിറ്റീവ് എനർജി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു വിക്ടറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ,
ആൻഡ് യെസ്, ഇത്രയും നാളും വളരെ വീക്കായിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ യാതൊരു വിധത്തിലുമുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പവർ ലഭിക്കുകയാണ്. യൂണിവേഴ്സൽ സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് അത്യധികമായിട്ടുള്ള അത്രയും ആ വ്യക്തിയുടെ ഉള്ളിൽ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയവുമായിട്ട് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത്രയും സിൻസിയറായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള പ്രണയം ഇതുവരെയും നിങ്ങളോട് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സീക്രട്ട് ലവ്, ഓക്കെ, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് നിങ്ങളോട് അവർ കൂടുതലായും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവരെ നിങ്ങൾ കാണുന്ന രീതിയിലല്ല, ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പോലെ അല്ല. അവരുടെ സ്നേഹം അതിനേക്കാളും ഏറെയാണ്. നിങ്ങൾ അറിയുന്നതിനേക്കാളും ഏറെ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിതീവ്രമായിട്ട് തന്നെ അവരുടെ മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയോ ചില സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ പിന്നിലേക്ക് അവർ തിരികെ കൊണ്ടുപോകുന്നത് എന്ന് കാണുന്നുണ്ട്. അവർ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അരികിൽ എത്തുന്നതിനെ പറ്റി അവർ ഡ്രീം കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്ന കാര്യം അവരുടെ ലൈഫിൽ സക്സസ് ആവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്ന ഈ ഒരു കാർഡിലൂടെ. ആൻഡ് യെസ്, യുവർ റിയൽ 7 ചക്രയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 2 പേരും സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യം യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ഓക്കെ, ഒത്തിരി പേർക്കും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടി ഒന്നും നിങ്ങൾ ഇത്തരം എനർജീസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യുക. ഇതൊരു ഡിവൈൻ ടൈം ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ഡിവൈൻ ടൈം ആയിരിക്കാം. ചിലപ്പോൾ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന മൊമെൻ്റ് ആയിരിക്കാം. ഓക്കെ, ഒത്തിരി പേർക്കും ആ ഒരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ what they want to tell you right now. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? what they really want to tell you right now. ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഒപ്പോസിഷൻസ് ആയിരിക്കാം ഇവരെ കെട്ടിവരിഞ്ഞ് വച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത്. പക്ഷെ അവരുടെ മനസ്സിൽ മുഴുവനുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ചാണ് എന്നുള്ള കാര്യമാണ് ആ വ്യക്തി നിങ്ങളോടായി പറയുന്നത്. വളരെ സീക്രട്ടായിട്ട് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെയുള്ള സ്നേഹം, വളരെ സീക്രട്ടായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ നേരിൽ കാണുന്നില്ല, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയുന്നില്ല, എങ്കിലും അവരുടെ സ്നേഹം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ, അവർക്കൊരിക്കലും നിങ്ങളെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കാനോ നിങ്ങളെ വിട്ടുപിരിയാനോ കഴിയില്ല എന്നുള്ളതാണ് നമ്പർ 14 ആൻഡ് നമ്പർ 23 ഈ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നു. ആൻഡ് ഓക്കെ, ഡോർ ടു റൊമാൻസ്, അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സെപ്പറേഷൻ എൻഡ് ആവാൻ പോകുന്നു. ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നിങ്ങൾക്ക് മുന്നിൽ ഒരു റൊമാൻസിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നു. മീൻസ് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡോർ നിങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് തരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിളാണ് സംഭവിക്കുന്നത്. നമ്മുടെ റീഡിങ്ങിൻ്റെ കണ്ടൻറ്റ് തന്നെ മാറിപ്പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു മിറാക്കിളാണ് സംഭവിക്കുന്നത്. എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. എന്തായാലും എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത്രയും കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു, ആ ഒരു ഡിവൈൻ ടൈം തന്നെയാണ്.
ഓക്കെ, ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് തരുന്നൊരു റീഡിംഗ് ആയി മാറും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയും എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാർഡ് അത്രയും നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഇതിൽ ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ സംഭവിക്കാനുള്ളൊരു ടൈമാണ്. ഓക്കെ, ഇനി ഈ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, let's see. You still hold the key to my heart. I love you so very much. Love you a lot. Okay, ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ്. അത്രയും ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. അത്രയും അവർക്ക് സന്തോഷമാണ്. എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു. ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തും ഓരോ ഗാനങ്ങൾ ഈ വ്യക്തി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഉണ്ടാകുന്നു. ആൻഡ് I feel empty without you. I am changing and learning some hard lessons right now. Okay, ഇപ്പോൾ അവർക്ക് ലൈഫിൽ തന്നെ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു. നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് അത്രയും സങ്കടകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ലൈഫിന് ഒരുപാട് വേദനകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ റിഗ്രറ്റ്. ഓക്കെ, നിങ്ങളെ വിട്ടു പോയതിൽ അവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. ആൻഡ് I just wanted to let you know I am thinking of you right now. Lots of feelings from my heart. Okay, ഇപ്പോൾ നിങ്ങളോടായി അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അത്രയും ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിലുള്ളത്. ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ മാത്രം നോക്കിയിരിക്കുകയാണ്. ഏതൊരു നിമിഷത്തിലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാവുന്ന ആ ഒരു നിമിഷത്തിൽ പോലും അവരെപ്പോഴും നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലായിട്ട് നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണുന്നു. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ, അവർക്ക് ഒരിക്കലും അവരുടെ പ്രോബ്ലംസ് ഒന്നും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ആൻഡ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ പുഞ്ചിരിയിൽ അവരുടെ ദുഃഖങ്ങൾ അവർ മറയ്ക്കാൻ ശ്രമിച്ചു. ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു. ഓക്കെ, നിങ്ങളെ എത്രമാത്രമാണ് അവർ മിസ് ചെയ്യുന്നത് എന്നതിലൂടെ നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ, നിങ്ങളോട് എനിക്ക് എങ്ങനെയാണ് എന്താണ് കൺവിൻസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോഴും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഫോർ യു. ആൻഡ് നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയാക്കാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത് എന്നാണ് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഐസ്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. ആൻഡ് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ. എബ്രോഡുള്ള വ്യക്തികളാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. ദിസ് മന്ത്, ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സിഗ്നിഫിക്കൻ്റ് ആണ്. പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ക്യാരക്ടറാണ്. നമ്പർ 16, നമ്പർ 21, ലെറ്റർ A,
ഓക്കെ, നമ്പർ 19 എന്ന് പറയുന്ന നമ്പർ. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലൂസിൽ വരുന്ന ഓരോ നമ്പറും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. ലെറ്റർ ബി ആൻഡ് ടീച്ചർ, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. ലെറ്റർ എഫ് ആൻഡ് മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിന് വളരെയധികം കണക്ഷൻ ഉള്ളതാണ് എന്ന് കാണുന്നു. മെയ് മന്ത്. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ലെറ്റർ സി ഈസ് ഹിയർ. ലെറ്റർ ഡി, നമ്പർ 37, മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം. ഈഗോ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. മെഡിക്കൽ ഫീൽഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ സ്റ്റഡി ചെയ്യുന്നവരോ ആയിരിക്കാം. ആൻഡ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട്. ലവബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് കുറച്ച് പേരെങ്കിലും. 22 ആൻഡ് ഒക്ടോബർ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. 23, നമ്പർ 23, നവംബർ മന്ത്. ഓക്കെ, ആൻഡ് 222, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൂചനയാണത്. ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോലിയുള്ളവരുണ്ടാവാം. ടുമോറോ. ഓക്കെ, ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം. നമ്പർ 7 ഈസ് ഹിയർ. നമ്പർ 3, 11, ഒത്തിരി ക്ലൂസ് ഉണ്ട്. ലെറ്റർ എസ് ആൻഡ് ലെറ്റർ സി. സജിറ്റേറിയസ്, ഇതൊരു സോഡിയക് സൈനാണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പോസിറ്റീവ് സോഡിയക് സൈൻ അതായിരിക്കാം. നമ്പർ 1, ഈഗോ. ഓക്കെ, ഈഗോ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലിബ്ര, ഇതും ഒരു സോഡിയക് സൈനാണ്. ആൻഡ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട്. ലെറ്റർ ഐ. ലിബ്ര വീണ്ടും വന്നിട്ടുണ്ട്. നമ്പർ 1, 21, ലെറ്റർ എം. ആൻഡ് വിത്തിൻ അവേഴ്സ്. ഓക്കെ, മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഫൈനലി ലെറ്റർ ജെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.